നമസ്കാരം. നക്ഷത്ര ഞാൻ ഇടയ്ക്ക് ഒരു യാത്ര പോയപ്പോൾ ഒരു രസമുള്ള സംഭവം ഉണ്ടായത്, എന്നോടൊപ്പം ഉള്ള ആൾ രാവിലെ എണീറ്റ് പറഞ്ഞു, ദൈവമേ ഈ പോയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇന്നലെ ആരെയാണാവോ കണി കണ്ടത് എന്ന് ചോദിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ കണിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കണി ആരെയാണോ കണ്ടത് അയാളെ പിന്നെ കണ്ടാൽ ആ അയലോകത്തോടു കൂടി പോകത്തില്ല. അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അപ്പോൾ പലപ്പോഴും അതൊരു വലിയ പ്രശ്നമായിട്ട്, കാരണം പണ്ട് എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളിൽ ആരോ 1-ാം തീയതി രാവിലെ ഈ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിലെ അമ്മൂമ്മ, ഇന്നത്തെ കാലത്ത് കുറച്ച് നാൾ മുമ്പാണ്, അവർ ആവശ്യമെല്ലാം പറഞ്ഞ് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് തേറി പറഞ്ഞ് ഇറക്കി വിട്ട് രാവിലെ വന്നോളും നാശം പിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ ആളുകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ബ്രദർ എല്ലാ ദിവസവും രാവിലെ അവിടെ ഉള്ളപ്പം അമ്മയാണ് കണി കാണാൻ വിളിക്കുന്നത്. രാവിലെ അമ്മയെ കണ്ടുകൊണ്ട് മാത്രമേ എഴുന്നേൽക്കുള്ളൂ. അപ്പം അതൊരു വിശ്വാസമാണ് ഈ കണിയിലുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കണി കണ്ടതുകൊണ്ട് ആ ദിവസം അങ്ങ് നല്ലതുപോലെ പോകും എന്ന് അന്ധമായി നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. പക്ഷെ അതിനകത്ത് നമ്മളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കണി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം നമുക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ശ്രീനഗറിൽ പോയി, കാശ്മീരിൽ. അവിടെ ചെന്നപ്പോൾ രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ എൻ്റെ ബ്രദർ എനിക്ക് കുറേ സ്ക്രീൻഷോട്ട് അയച്ചേക്കുന്നത്. ഏതോ ഒരു ജ്യോതിഷ ഗ്രൂപ്പിൽ ഏതോ ഒരു പാവപ്പെട്ടവൻ ഞാൻ എഴുതിയ ഗ്രഹത്തിൽ എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്നെ ഫുള്ള് തെറിവിളി. അതേപറ്റി ഒരു സാധനം നമുക്ക് പിന്നീട് പറയാം, എന്തായാലും ഇപ്പോൾ ഇത് പറയാം. അപ്പോൾ അത് രാവിലെ കാണുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉള്ള ഒരാളാണെങ്കിൽ അന്നൊരു നെഗറ്റീവ് വൈബായിരിക്കും. കാരണം ഇത് കണ്ടതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ടെൻഷൻ. അപ്പം നമ്മൾ കാണുമ്പോൾ ആ കാഴ്ചയുടെ ആളിൻ്റെതല്ല, അത് എപ്രകാരമാണോ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത്, അതാണ് കണിയുടെ പ്രശ്നം. അപ്പോൾ പ്രശ്നം നമ്മൾ കാണുന്ന ആളിൻ്റെ അല്ല, നമ്മളുടെ മനസ്സിൻ്റെയാണ്. അതുകൊണ്ട് നന്മ കണി കാണാൻ, നല്ലത് കാണാൻ, അല്ലെ കാണുന്നതിനെ നല്ലതാക്കി മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് നല്ല കണികൾ കാണാൻ കഴിയും. നമുക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് പോകാം. ഹലോ. ഹലോ, എനിക്ക് എന്റെ മോന്റെ കാര്യം അറിയാൻ, കല്യാണത്തിന്റെ. എന്തുവാ ചേച്ചി വിളിച്ച? എനിക്ക് സുഖം ഉണ്ടോന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? സുഖം തന്നെ. എനിക്ക് സോറി, ഡേറ്റ് ഓഫ് ബർത്ത് പറ. അത്രയ്ക്കുള്ള അറിവല്ലേ ഉള്ളൂ. അയ്യോ, ഞാൻ വെറുതെ കോമഡി പറഞ്ഞു. ഇതിനെന്തോ പിന്നെ സുഖം ഉണ്ടോന്ന് ഒരാൾക്ക് ചോദിക്കാൻ വേണ്ടി ഏതോ PhD എടുക്കണോ? ചാച്ചിയെന്ന് വിളിക്കേണ്ട അമ്മയാണ്, 63 വയസ്സായി. സോറി അമ്മേ, അത് എന്റെ അറിവില്ലായ്മ, ക്ഷമിച്ചേര്. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 1981 ജനുവരി 28 ബുധനാഴ്ച രാത്രി 9:21. വിശാഖം. വിശാഖം നക്ഷത്രം. ബുധനാഴ്ച ദിവസം മകരം 15-ാം തീയതി. ഇതുവരെ കല്യാണമൊന്നും ആയി. കല്യാണമൊക്കെ നടക്കും. നേരത്തെ കല്യാണവുമായി ബന്ധപ്പെട്ട് 2 ആലോചന അടുത്ത് വരെ വന്നിട്ട് മാറിപ്പോയോ അമ്മേ? ഇവിടെ ആലോചനയൊന്നും വന്നില്ല. അവന്റെ ഇതില് വന്ന് അയാൾക്ക് എന്താ വേണ്ടാന്ന് പറഞ്ഞിരുന്നോ നേരത്തെ? നേരത്തെയൊക്കെ അതാണ്, അയാൾക്ക് അന്നൊരു നല്ലത് നടക്കേണ്ടതായിരുന്നു. അതിനിപ്പോ സാരമില്ല, അമ്മ വിഷമിക്കാതിരിക്കൂ. ഈ 2022 ജൂലൈ 24-ാം തീയതിക്ക് ശേഷം ചന്ദ്രന്റെ അപഹാരമൊക്കെ തുടങ്ങുന്നുണ്ട്. അത് അയാളെ സംബന്ധിച്ച് കുറച്ച് നല്ലതാണ്. നല്ല കല്യാണം നടക്കും. ടെൻഷനൊന്നും അമ്മ അടിക്കണ്ട. അമ്മയെ ജാതകം നോക്കാൻ പോകുന്നുണ്ടോ? ജാതകം ഒന്നും ഞാൻ അങ്ങനെ നോക്കാൻ പോകില്ല. നക്ഷത്ര പൊരുത്തം നോക്കാൻ പോവാറുണ്ടോ? ഇല്ല, ഇപ്പൊ എല്ലാം കൊണ്ട് എനിക്ക് നക്ഷത്ര പൊരുത്തമൊന്നും വേണ്ട. എല്ലാം കൊണ്ടും എന്റെ മനസ്സ് തകർന്നിരിക്കണം. ഇവന്റെ കല്യാണം നടക്കാൻ അയാൾക്ക് ഇപ്പൊ താല്പര്യമുണ്ടോ? കല്യാണത്തിന് താല്പര്യമുണ്ട്. എന്റെ കൂടെ കല്യാണം നോക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഒന്നും നോക്കിയിട്ട് ഒന്നും ആയി വരണില്ല. ഈ 10-61 വയസ്സായ ഞാൻ കൊറോണ സമയമായിട്ട് എനിക്ക് എങ്ങും ആരെയും കാണാനോ എടുക്കാനോ. അമ്മയുടെ ഞാൻ പറയുന്നു കേട്ടെ. അമ്മേ, നേരത്തെ മകനെ സംബന്ധിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല സമയമുണ്ടായിരുന്നു. അന്ന് അയാൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു. അന്ന് 2 എണ്ണം അടുത്ത് വരെ വന്നിട്ട് പോകേണ്ട സമയമായിരുന്നു.
ഇപ്പൊ ഈ ശരി ജൂലൈ തന്നെ. അമ്മേ എന്തോ അത് ശരി തന്നെ, അവൻ വേണ്ടെന്നും പറഞ്ഞു ആ അപ്പൊ ഈ ജൂലൈ മാസം 24 തീയതിക്ക് ശേഷം അയാളെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായ സമയമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും ഇനി പൊരുത്തം നോക്കാൻ പോകുന്നില്ല, ജാതക ചേർച്ച നോക്കാൻ പോകുന്നില്ല. പെണ്ണിന്റെ വീട് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ വിളിച്ചോണ്ട് വരുന്നു. എത്ര രൂപ സ്ത്രീധനം? എനിക്ക് ഒരു സ്ത്രീധനം വേണ്ട. ഞാൻ എന്റെ എന്തെങ്കിലും ഇത്തിരി സ്വർണം ഒരു വകയും വേണ്ട. നമുക്ക് സ്വർണവും ഒന്നും വേണ്ട. തരൂ. എന്റെ കഴുത്തിലും കിടക്കണേന് ഞാൻ ആ കുട്ടിക്കായിട്ട് അങ്ങ് കൊടുക്കാം. പിന്നെ ആ കുട്ടിക്ക് കൊടുത്താ പിന്നെ എനിക്ക് ആഭരണം ഇടണ്ട. എനിക്കിപ്പം കഴുത്തിലും നല്ല അമ്മ എവിടെ കിട്ടും? നല്ലൊരു അമ്മായിയമ്മേ ഉണ്ട്. ഒരു കുട്ടി വന്നാ ഒന്നും ഇല്ലാത്തതായാലും ഒരു കുട്ടി എന്റെ മോനെ കിട്ടിക്കഴിഞ്ഞ അപ്പോഴേ ഞാൻ അത് ആ കുട്ടിക്ക് സംഭാവന കൊടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ ആഭരണേ ഇടണ്ട. 61 വയസ്സായ എനിക്ക് പിന്നെ അതിലൊന്നും കാര്യമില്ല. 63 വയസ്സിലൊക്കെ ആഭരണമൊക്കെ ഇടാം. എനിക്ക് വേണ്ട. ആ കുട്ടി ഇടണം. ആ കുട്ടി ഇട്ട് എനിക്ക് കാണണം. ഞാനിട്ട് സൗന്ദര്യം കാണാനല്ല. ആ കുട്ടി ഒന്നുമില്ലാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇട്ട് എനിക്ക് കാണണം. ശരി, അമ്മയെടുത്ത് ഞാൻ പറയുന്നൊന്ന് കേട്ടോ. ജൂലൈ മാസം 24 തീയതിക്ക് ശേഷം ആലോചനകൾ വരും. അമ്മ ടെൻഷൻ അടിക്കേണ്ട. അമ്മ ടെൻഷൻ അടിച്ചാൽ അമ്മയ്ക്ക് അത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മ കഴിവതും ടെൻഷൻ അടിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിച്ചു പോകണം കേട്ടോ അമ്മേ. ഇന്ന് മുതൽ അമ്മയെങ്ങാണ് ടെൻഷൻ അടിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഇല്ല. എന്തോ ക്ഷേത്രത്തിൽ അമ്മ അമ്പലത്തിൽ പോകുന്നെങ്കിൽ ശിവക്ഷേത്രത്തിലാണ് അമ്മ ഇപ്പൊ പോകണ്ടേ. ശിവക്ഷേത്രത്തിൽ പോയി പിന്നെ കൂളത്തിലെ മാലയും അർച്ചനയും പിൻവിളക്കും ഒക്കെ ഒന്ന് പ്രകാശിപ്പിക്കുന്നെങ്കിൽ കുറച്ച് നല്ലതാണ്. അത് പിൻവിളക്ക് ചെയ്തില്ലെങ്കിലും കൂളമാലി അർച്ചനയും ഞാൻ നടത്തും. പിന്നെ മഹാവിഷ്ണുവിനെ അവന്റെ നാളിന് എല്ലാ മാസത്തിലും ഓരോ പാൽപായസത്തിനും കൊടുക്കും. ശരി അമ്മ, അത് മതി. അമ്മ വിഷമിക്കാതിരിക്കെ. അമ്മ ചുമ്മാ ടെൻഷൻ അടിച്ച് അസുഖം വരുത്തി വെക്കരുത്. അമ്മ പോസിറ്റീവ് ആവ്. ആവശ്യമില്ലാതെ നെഗറ്റീവ് ചിന്തകളൊന്നും വേണ്ട. ഓക്കെ, ടാറ്റാ ടാറ്റാ. ഹലോ. നമസ്കാരം. 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 വളരെ സന്തോഷം. വിളിച്ചതിന് വളരെ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. അത് ശരി. എന്താണ് പറയൂ. എനിക്ക് മോളുടെ സമയം ഒന്ന് മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 5ശരിക്കും പറഞ്ഞാൽ ആയുസിന് പോലും പ്രശ്നം ഉണ്ടാവേണ്ടുന്ന ഒരു പീരീഡാണ് കടന്നു വന്നത്. അതൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് ചേച്ചി. നല്ല പഠിക്കാൻ പറ. ഒരു ജോലി കിട്ടും കൊച്ചിന്. ഉറപ്പായിട്ട് കിട്ടും. നല്ലതുപോലെ പഠിക്കും. ഏറ്റവും മോശം സമയം തീർന്നുവല്ല അല്ലേ? ഒരു പരീക്ഷയെ നേരിടുന്നുണ്ട്. അവക്ക് നല്ലൊരു കോഴ്സ് ടെൻഷൻ മാറ്റി വെക്കാൻ പറയണം. ടെൻഷൻ ഒന്നും ഇപ്പൊ ഇല്ല. ശരി, കുഴപ്പമൊന്നുമില്ല. ചേച്ചി മോളോട് ധൈര്യം. ഇപ്പൊ അവിടെ ഉണ്ടോ ആള്? മോളില്ല, ക്ലാസ്സിൽ പോയി. അപ്പൊ ചേച്ചി മോള് വരുമ്പോ പറയണം, ധൈര്യമായിട്ടിരിക്കെ, നല്ല ജോലി കിട്ടും, സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ കഴിയുന്ന കുട്ടിയാണ്, ആരെയും ആശ്രയിക്കാതെ നിൽക്കണം. അതാണ് അയാളുടെ ആഗ്രഹം. ആ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ സാധിക്കും. ശ്രദ്ധക്കുറവൊന്നും വരാതെ ആത്മവിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറയാ. ഓക്കെ, ചേച്ചി കല്യാണത്തിനൊക്കെ സമയമുണ്ട് ചേച്ചി. ആദ്യം ജോലിയല്ലേ നല്ലേ. പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? 27 കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല എന്നൊക്കെ പറയും. 27 വരട്ടെ, സമയം കിടക്കുന്നേ ഉള്ളൂ ചേച്ചി. കുഞ്ഞല്ലേ ഇപ്പോ. കാരണം 5 വർഷത്തെ കോഴ്സാ നോക്കുന്നത്. ചേച്ചി 22 വയസ്സേ ആയുള്ളൂ. അതെ, ചേച്ചി വെയിറ്റ് ചെയ്യ്. അയാൾ പഠിക്കട്ടെ, ജോലി കിട്ടട്ടെ. ഓക്കെ. ഹലോ. ഹലോ. ഞങ്ങൊരു കാര്യം പറയാൻ വിളിച്ചാണ്. എന്താണ്? കേക്കണുണ്ടല്ലോ. അതെ, മോളുടെ കാര്യം വിചാരിച്ചിട്ട്
എന്തിനാ? മോളുണ്ട് ഇവിടെ. മോളോട് നല്ല മോക്ക് ജോലി വേണമെന്നല്ലേ ഇപ്പൊ ആഗ്രഹം? മോൾക്ക് പോകാനുള്ള ശ്രമമാണ്. പോകാനുള്ള ശ്രമമാണ് ഗൾഫിനെ. പുറത്തേക്ക് പോകാനാണോ? ശ്രമിച്ചോളാൻ പറ. ഈ ഡിസംബർ 19 തീയതി മുതലാണ് കുറച്ചുകൂടെ അനുകൂലം. ഹലോ, ഇപ്പൊ ഇത്തിരി തടസ്സങ്ങളുടെ ടൈം. ഹലോ, കേക്കുണ്ടോ സർ? ഇതാരാ? ഞാൻ അഞ്ജലി. കുഞ്ഞേ, മോള് നല്ലോണം ജോലിക്ക് വേണ്ടി ശ്രമിച്ചോളൂ. ജോലിക്കാണേലും പഠിക്കാനാണേലും ഇപ്പൊ അതിന് അനുകൂലമായ സമയം വരികയാണ്. ഈ ഡിസംബർ മുതലാണ് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു ടൈം മോളെ സംബന്ധിച്ച് വരുന്നത്. പുറത്തോട്ട് UK പഠിക്കാനാണ് നോക്കണത്. നോക്കണം മോളെ. കുഞ്ഞെ പൈസയൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഇപ്പൊ കുറച്ചൊരു മോശമായിട്ടുള്ള പീരീഡ് ആയിരുന്നു, അത് മാറി മാറി വരുന്നുണ്ട്. വളരെ ആലോചിച്ച് മാത്രം പൈസയൊക്കെ കൊടുക്കുക. നല്ല ജോലിയൊക്കെ കിട്ടും. പഠിക്കുക. നമ്മൾ അറിയാലോ ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതമൊക്കെ മനസ്സിലാക്കി പോയി പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കണം. ചതിവൊന്നും വരാതെ നോക്കിക്കോണം. മനസ്സിലായോ? അതുകൊണ്ട് പൈസ കൊടുക്കുമ്പോ കൃത്യമായി ഇതാണോന്ന് അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. കേട്ടോ? ശരി ശരി, എന്നാ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഡിസംബർ മുതലാണ് അനുകൂല സമയം. ഇപ്പൊ തടസ്സങ്ങളാണ്. വെറുതെ നടക്കേണ്ടത് ഒന്ന് ഡിലേ വന്ന് പോകും. അപ്പൊ വീണ്ടും ട്രൈ ചെയ്തോണം. ഓക്കെ? നമുക്ക് സെപ്റ്റംബറിലാണ് പോകേണ്ടത്. അത് അവിടെ ഇൻടേക്ക് ആണല്ലോ. നോക്കിയത്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിൽ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. പക്ഷെ ഡിസംബർ വരെ കുറച്ച് മോശമുണ്ടത് മനസ്സിലിരുന്നാ മതി. ഓക്കെ? ഹലോ ഹലോ സർ, നക്ഷത്രഫലല്ലേ? നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ എന്റെ കസിന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിക്കുന്നത്. കസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 24/3/1996. സമയം 9:50 PM. രോഹിണി, അതെ. ഞായറാഴ്ച ദിവസം മീനം 11. എന്താ മോളെ, ജോലിക്ക് പോയിട്ട് നടക്കുന്നില്ലേ? ജോലി ഇപ്പൊ ഒരു ചെറുതുണ്ട്, അത് മാറാൻ. മോളെ ഇപ്പൊ നല്ലോണം ഉറപ്പിക്കാതെ ഒരു ജോലി വിടല്ലെന്ന് പറയണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പിന്നെ അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. ആവേശം കാണിക്കരുതെന്ന് പറയണം. ഒരു ജോലി ഉണ്ടെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറയണം. മനസ്സിലായി? ഞാൻ കളയരുതെന്ന് പറയുന്നില്ല, പക്ഷെ 100% ഉറപ്പാക്കണം. ഈ നമുക്കിപ്പം ഓഫർ ലെറ്റർ കിട്ടിയാൽ പോലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. നല്ല കമ്പനിയാണോ, അതേപറ്റി പഠിച്ചിട്ടേ മാറാവേന്ന് പറയണേ. കാരണം കണ്ടകശനിയാ, ശ്രദ്ധിക്കാൻ പറയണം. നമ്മളെ കുറച്ച് നാളുണ്ട്, ഒരു 1.5 വർഷം കുറച്ച് ശ്രദ്ധിക്കണം. കുറച്ച് നാളുണ്ട്. അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാ. അർച്ചനയും നീരാജനവും മാസത്തിൽ ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തുന്നെങ്കിൽ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ നോക്കാൻ പറ മോളെ. മാരേജിനൊക്കെ സമയമുണ്ട്, ധൃതി പിടിക്കണ്ട, നോക്കിക്കോളാൻ പറ. പക്ഷെ ഇപ്പോഴും സമയമാണ് 2024 സെപ്റ്റംബർ 12 വരെ സമയമുണ്ട്. എന്നറിയാ സമയമുള്ളത്? 2024 മാർച്ച് എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിക്കുന്നില്ല. അശ്രദ്ധ ഭയങ്കരമായിട്ടുണ്ട് മോക്ക്. പരിഹാരം ചെയ്യണം കേട്ടോ. 2024 സെപ്റ്റംബർ 12 വരെ വിവാഹത്തിന് സമയമുണ്ട്. ഓക്കെ? ശരി മോളെ. ഹലോ ഹലോ, നമസ്കാരം ഹരിച്ചേട്ടാ. എന്തോ? ഞാൻ മെസ്സേജ് അയച്ചും വിളിച്ചും കുഴഞ്ഞ് വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടി. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞേ. 30/6/1990. കൊടുക്കുമ്പോ അവര് പറയുന്ന പാപം ഉണ്ടെന്ന് അറിയാം, പക്ഷെ അവര് പറയുന്ന ഇതിന് ചൊവ്വയുണ്ട്, 7 ചൊവ്വയുണ്ട്. ചന്ദ്രാൽ 7-ലാണ്. അതാ ഞാൻ പറഞ്ഞ ഈ പൊരുത്തം നോക്കൽ പരിപാടിക്ക് ഇനി നമ്മൾ പോകണ്ട. അത് അവരുടെ കയ്യിൽ അങ്ങ് കൊടുത്തേക്ക. അവര് പോയി നോക്കട്ടെ. കാരണം ഈ ജ്യോത്സ്യന്മാരുടെ കയ്യില് ഒരേ അഭിപ്രായമൊന്നും പൊരുത്തം നോക്കലില്ല. 2023 ഓഗസ്റ്റ് 28 വരെ കല്യാണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ടൈമുണ്ട്. ധൃതി ഒന്നും പിടിക്കേണ്ട. നല്ലൊരു ആലോചന വരും, നല്ലൊരു കല്യാണം നടക്കും.
കേട്ടോ. ഇത് പോകുന്നതൊക്കെ പോട്ടെന്നേ, ഭയങ്കര അന്ധമായി ഇതങ്ങ് വിശ്വസിച്ച് ഇതെങ്ങനാണ് അങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു പോകുന്നവർ പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. ഇല്ലെന്ന്. ലഗ്നാൽ 7 ആദിത്യനുണ്ട്, പക്ഷെ അത് വ്യാഴത്തോട് ചേർന്ന് നിൽക്കാണ്. അത്ര വലിയ ദോഷമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ചന്ദ്രാലാണ് 7 ചൊവ്വയുള്ളത്. പുരുഷ ജാതകത്തിൽ അങ്ങനെ നിന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ശുദ്ധജാതകവും ചേരും, പാപജാതകവും ചേരും. ഇത് ആരോട് പറയാനാണ്? അതായത് പെൺകുട്ടിയുടേത് ശുദ്ധജാതകമാണെങ്കിൽ ജ്യോതിഷത്തിലെ നിയമം എന്ന് പറയുന്നത് പുരുഷ ജാതകത്തിന് പാപം കൂടി നിൽക്കാം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പെൺകുട്ടിയുടേത് ശുദ്ധജാതകമാണെങ്കിൽ ഈ ജാതകം നോക്കുമ്പോൾ പുരുഷനല്ലേ പാപം കൂടി നിൽക്കുന്നേ. അപ്പൊ അത് സ്വീകരിക്കാം. പാപദോഷമുള്ളതും ഈ മോനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാം, രണ്ടും സ്വീകരിക്കാം. പക്ഷെ ഈ നോക്കുന്ന ആൾ എന്ത് പറയുന്നു അതാണ് നിയമം. എന്ത് ചെയ്യും? അതുകൊണ്ട് കഴിവതും നമ്മൾ നോക്കിക്കാൻ പോകണ്ട, അവര് പോയി നോക്കിക്കോട്ടെ. 2023 ഞാൻ പറഞ്ഞ ആ ഒരു ഡേറ്റ് വരെ. ഏതാ ഡേറ്റ് പറഞ്ഞേ? ഒക്ടോബർ. അങ്ങനെയാണോ പറഞ്ഞേ? 2023 ജൂലൈ ഓഗസ്റ്റ് 21 വരെ സമയമുണ്ട്. അതിനു മുമ്പ് നമുക്ക് നടത്താം. ഓക്കെ. ഹലോ, നക്ഷത്രഫലല്ലേ? നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാർ, മോളുടെ